അഴിച്ചുകൊണ്ട് വരുന്നത് ആരാണ്? അഴിച്ചുവിടുന്ന ആരാണ്? ശത്രു രാജ്യമാണ് അഴിച്ചുവിടുന്നത്. ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ശത്രുക്കളെ കൊണ്ട് നമുക്ക് മേശയൊരുക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിടുവിക്കുന്നു. എന്നോട് കൂടെ ബാബേലിൽ പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക. ഞാൻ നിന്നെ നോക്കും. എന്നോട് കൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരേണ്ട. ഇതാ ദേശമൊക്കെയും നിന്റെ മുൻപാകെ ഇരിക്കുന്നു. നിനക്കിഷ്ടവും യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് പോയിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ദൈവം ചോയ്സ് തരും. നമ്മളെ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നമ്മളെ അയക്കുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാ കർത്താവ് നോക്കുന്നത്. ഇരമ്യാവിന്റെ ജീവിതത്തില് നമ്മൾ കാണുന്നുണ്ട്. ഇരമ്യാവിനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ എന്റെ ഇഷ്ടം നീ ചെയ്യണം, നീ പോയി പറയണം, അല്ലെ? നമ്മൾ ആ വാക്യങ്ങളിലൂടെയൊക്കെ പോകും. അപ്പൊ ഇരമ്യാവ് അത് അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ 40ഓളം വർഷം ഇരമ്യാവ് പ്രവചിച്ചു. പക്ഷെ ഒറ്റ മനുഷ്യരും ഇരമ്യാവിനെ കേട്ടില്ല. ഇരമ്യാവിനെ തിരസ്കരിച്ചു. ഇരമ്യാവ് പറയുന്നത് ഒരു പൊട്ടനെ പോലെ കണ്ടു. എല്ലാത്തിലും നിങ്ങൾ എന്നെ തന്നെ ഒന്ന് നോക്കിയാൽ മതി. എന്റെ ജീവിതമാണ് ഞാൻ പറയുന്നത് ഈ വചനത്തിലൂടെ. അവനവന് ലഭിച്ച വെളിപ്പാടാണ് പറയുന്നത്, അനുഭവമാണ് പറയുന്നത്. ഹല്ലേലൂയ. ആ വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ആരും കേൾക്കുന്നില്ല. ആരും നമ്മൾ പറയുമ്പോൾ നമ്മളെ കുറ്റക്കാരായിട്ട് കാണും. നമ്മളെ കാരാഗ്രഹത്തിൽ അവർ അടയ്ക്കും. ഇതുപോലെ അപമാനങ്ങൾ പറഞ്ഞ് നമ്മൾക്കെതിരായി സംസാരിച്ച് ജനങ്ങളുടെ ഇടയിലെല്ലാം നമ്മളെ ജയിലിൽ അടയ്ക്കുന്നത് പോലെ ക്ലോസ് ചെയ്തു വെക്കും ജനം. അതിനൊരു സമയം ദൈവം അനുവദിക്കും. അത് തന്നെയാണ് ഞാൻ ഇന്നത്തെ മെസ്സേജിൽ പറയുന്നത്. ദൈവം അനുവദിക്കും മനുഷ്യൻ നമ്മളെ ജയിലിൽ അടയ്ക്കുവാനായി. മനുഷ്യ കരങ്ങളാണ് ഒരു മനുഷ്യനെ ഈ ഫിസിക്കലായിട്ടുള്ള ജയിലിൽ കൊണ്ടടയ്ക്കുന്നത്, അല്ലെ? ഒരു അധികാരമാണ് ഒരു മനുഷ്യനോട് കൽപ്പിക്കും രാജാവ് അവനെ ജയിലിൽ അടയ്ക്കുവാൻ. അവൻ എന്തിനാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത്? ദൈവത്തിന്റെ ഇഷ്ടത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ. ദൈവത്തിന്റെ ഇഷ്ടത്തെ ഇരമ്യാവ് കേട്ടു. ഇരമ്യാവ് ആ കൽപ്പന അനുസരിക്കുകയാണ്. പക്ഷെ ഈ ജനം കേട്ടില്ല ഇരമ്യാവിനോട് ദൈവം പറയുന്നത്. അവർക്കറിയില്ല. പക്ഷെ അവൻ അറിഞ്ഞ സത്യത്തെ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ അവരെല്ലാം ഇരമ്യാവിന് എഗെയിൻസ്റ്റ് ആയി. അവനെ അവർ ചെളിക്കുണ്ടിലിടുന്നു, അവനെ ജയിലിലിടുന്നു, അവനെ അടിക്കുന്നു, അവനെ പരിഹസിക്കുന്നു. ഹല്ലേലൂയ. ആരും ഇരമ്യാവ് വർഷങ്ങളോളം ദൈവവചനം പ്രസംഗിച്ചു, ആരും കേട്ടില്ല. അവനെ കഷ്ടപ്പെടുത്തി, അവനെ ജയിലിലിട്ടു, അവനെ ചെളിക്കുഴിയിലിട്ടു. എന്നാൽ ദൈവം അവനെ മറന്നില്ല. എല്ലാവരും പറഞ്ഞാട്ടെ, എന്നാൽ എവിടെയെല്ലാം എന്നാൽ വരുന്നോ അവിടെ നമുക്ക് ഒരു ട്വിസ്റ്റിംഗ് ഉണ്ടെന്ന് ഓർത്തോണം. ദർ ഇസ് സംതിങ് സൂപ്പർ നാച്ചുറൽ കമ്മിങ്. എന്നാൽ ദൈവം ഇരമ്യാവിനെ മറന്നില്ല. ജനം മുഴുവനും മറന്നോ? എഴുതാതെ ആ ജനം മുഴുവനും മറന്നു ഇരമ്യാവിനെ. പക്ഷെ ദൈവം ഇരമ്യാവിനെ മറന്നില്ല. ദൈവത്തിന്റെ ഭക്തന്മാരെ ഒരു ദർശനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും അവരെ മറക്കുകയില്ല. മനുഷ്യർ ബന്ധിച്ചാലും ദൈവം വിടുവിക്കും. അതാണ് നമ്മുടെ മെസ്സേജ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവം വിടുവിക്കും മനുഷ്യൻ ബന്ധിച്ചാലും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഇരമ്യാവിന്റെ സ്വന്തം ജനമാണ് ഇരമ്യാവിനെ ജയിലിൽ അടച്ചിരിക്കുന്നത്. പക്ഷെ ഇരമ്യാവിനെ ഇപ്പം അഴിച്ചുകൊണ്ട് വരുന്നത് ആരാണ്? അഴിച്ചുവിടുന്ന ആരാണ്? ശത്രു രാജ്യമാണ് അഴിച്ചുവിടുന്നത്. ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ശത്രുക്കളെ കൊണ്ട് നമുക്ക് മേശയൊരുക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇത് ബൈബിളിൽ ഉള്ളൊരു ഒരു ഒരു നടന്ന സംഭവമാണ് ഇത് ഞാൻ ഈ പറയുന്നത്. കാരണം ഇരമ്യാവിനെ സ്വന്തം ജനം സൃഷ്ടാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ സഭ തന്നെ റാണിയെ അടച്ചു വെക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവളെ മുന്നോട്ട് വിട്ടാൽ ശരിയാവൂല. ചർച്ചക്കാര് നിങ്ങൾക്കറിയാമല്ലോ, 25,000 പീപ്പിള് നമ്മളോട് മിണ്ടാതിരിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്തുവാണ്? എല്ലാവരും മിണ്ടാതിരിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷെ ദൈവം മിണ്ടാതിരിക്കുമോ? ഇരമ്യാവിന് സംഭവിച്ചത് അത് തന്നെയാണ്. സകലരും അവനെതിരായി. കാരണം അവരോട് പറഞ്ഞത് മാനസാന്തരപ്പെടാനാണ്. നിങ്ങൾ ബാബിലോണിയർക്കെതിരായിട്ട് നിങ്ങൾ പോകരുത്, അവരോട് യുദ്ധം ചെയ്യരുത്, അവർക്ക് എഗെയിൻസ്റ്റ് നിൽക്കരുത്, നിങ്ങളെ തന്നെ ഒരുക്കുക, നിങ്ങൾ ക്രമീകരണം ചെയ്യുക. ഇതൊക്കെ പറയുമ്പോൾ ഇവർക്കൊന്നും പിടിക്കുന്നില്ല. ഇവൻ പറയുന്നതൊന്നും ഇവർക്ക് അനുസരിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അവർ അവനെ മിണ്ടാതാക്കാനായിട്ട് ജയിലിലിട്ടു. പക്ഷെ സ്വർഗത്തിലെ ദൈവം മിണ്ടാതിരിക്കുമോ? ശത്രു രാജ്യത്തെ കൊണ്ടുവന്ന് ഇരമ്യാവിനെ പുറത്ത് ചങ്ങല അഴിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, 2010 ദൈവം ദർശനം തന്ന എനിക്ക്
കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലൂടെ ആദ്യത്തെ ദിവസം തന്നെ അത്രയും നാള് മരിച്ച അവസ്ഥയിൽ ദൈവത്തെ അറിഞ്ഞിട്ട് പോലും പിന്നീട് ബൈബിള് വായിക്കാനൊന്നും പറ്റാതെ പോയ 13 വർഷക്കാലം 17ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ ഒരു വചനം എനിക്ക് കിട്ടി. മത്തായി സുവിശേഷം 16:24. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ പരിത്യജിച്ച് തന്റെ ക്രൂശുമെടുത്ത് തന്റെ പിന്നാലെ വരിക. ആ വചനം എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. പക്ഷെ പിന്നെ എനിക്ക് ബൈബിളിനെ കുറിച്ച് അറിയില്ല. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് 5 വർഷത്തിന് ശേഷം ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നു. അതിന് ദൈവം മുഖാന്തരം ഉണ്ടാക്കി. പിന്നെ 13 വർഷം പിന്മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത് പിന്മാറ്റമാണെന്ന്. പിന്നീട് ദൈവം എന്നെ ടച്ച് ചെയ്തതിന് ശേഷം പിന്നീട് 1 വർഷം കഴിയുമ്പോൾ അവൻ ദൈവത്തിന്റെ വലിയ മേജർ എൻകൗണ്ടർ ഉണ്ടാവുകയാണ് 2010. 2009 ജൂലൈയിൽ എൻ്റെ ബാക്ക് സ്ലൈഡിങ്ങിനെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം 9 മാസത്തിന് ശേഷം ദൈവത്തിന്റെ മേജർ എൻകൗണ്ടർ ദൗത്യത്തോടുകൂടി എന്നെ ഏൽപ്പിക്കുന്നു. അന്നു മുതൽ ഇന്നുവരെയും ആ എൻകൗണ്ടറിന് ശേഷം ഇമ്മീഡിയറ്റ്ലി 5 ദിവസത്തിന് ശേഷം ഞാൻ എഴുന്നേറ്റ് ഒരു കോൺഗ്രിഗേഷനിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നെ സ്റ്റോപ്പ് ചെയ്തു. കാരാഗ്രഹത്തിലേക്ക് എന്നെ അടച്ചു. 10 വർഷക്കാലം ഞാൻ കാരാഗ്രഹത്തിൽ. ആമേൻ പറയാൻ പറ്റില്ല, ഒരു പാട്ട് പാടാൻ പറ്റില്ല, ബൈബിള് വായിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഒരു കാരാഗ്രഹത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയി. ഇങ്ങനെ കുറെ 20ൽ വരുമ്പോൾ നമ്മൾ പിന്നെ കൊറോണ വരുമ്പോൾ ഒരു സർജറിയിലൂടെ പോയപ്പോൾ പ്രാർത്ഥിക്കാൻ അനുവദിച്ചു. എങ്കിലും പുറത്തു പോകാൻ പറ്റത്തില്ല, ആരും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ചു നാൾ പോകുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം ഞാൻ താഴണോന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ യാഥാർത്ഥ്യം പറയാണ്, എനിക്കൊരു ലാപ്ടോപ്പ് പഴയതുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ എനിക്ക് ഈ മൊബൈലിലാണല്ലോ ലൈവ് പോകാനൊക്കെ പറ്റില്ല. അതിനൊരു സ്റ്റാൻഡ് പോലും എനിക്കില്ല വെക്കാനായിട്ട്, വാങ്ങിച്ചു തരൂല. അപ്പോൾ ഞാൻ 2 പാറക്കല്ല് എടുത്തോണ്ട് വന്നിട്ട് ലാപ്ടോപ്പിന്റെ മേളിൽ പാറക്കല്ല് വെക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്തോത്രം. 2 സൈഡിലും പാറക്കല്ല് വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാം. മുമ്പിൽ ഒരു കല്ല് വെക്കും പോലെ എന്ന് പറഞ്ഞു. ചിലപ്പോൾ കല്ല് പിള്ളേരെങ്ങാണ്ട് എടുത്ത് കളയണമെങ്കിൽ പിന്നെ ഞാൻ പൗഡർ പാട്ട എടുത്ത് വയ്ക്കും, സ്പ്രേ ബോട്ടിൽ എടുത്ത് വയ്ക്കും. എന്തെല്ലാം വെച്ച് 1-2 വർഷങ്ങൾ ഞാൻ കടന്നുപോയെന്നറിയാമോ? ഇത് സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ടായിരുന്നു. ഇന്റേണൽ മെഡിസിൻ ഡോക്ടറാണ്. അദ്ദേഹത്തെയാണ് ഹസ്ബൻഡ് കാണിക്കുന്നത്. അപ്പൊ ഒരു ദിവസം അങ്ങോട്ട് ചെന്നിരിക്കും. എന്നെ അങ്ങനെ കൊണ്ടുപോകാറില്ല ക്ലിനിക്കിൽ. പക്ഷെ അന്ന് എന്നെ കൊണ്ടുപോയി. ദൈവത്തിന്റെ സമയമായിരുന്നു. എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ ഇരിക്കുമ്പോഴേ ആ ഡോക്ടർ പറയണ, ഓ മാൻ, യുവർ വൈഫ് ഈസ് വെരി ഫേമസ്. ഷീസ് സംതിങ്. നമ്മൾ എന്താണ് ഈ മലയാളത്തിൽ ഒരു സിനിമാ നടന്മാരെ നടികളെയൊക്കെ എന്തെങ്കിലും പറയല്ലോ ഫേമസിനെ കുറിച്ച്, എന്താണ് ഷീസ് വൈറൽ സംതിങ് ഷീ ഈസ് ഷീ ഈസ് ലൈക്ക് ദാറ്റ്. അപ്പം ഹസ്ബൻഡ് പറയാം, ഞാൻ ഇങ്ങനെ എന്താ പറയുന്നത് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് മിണ്ടാതിരുന്നേ, ഒന്നും മിണ്ടാമേ. ഞാൻ പറയാം, നോ, ഐ സോ ഹർ വീഡിയോ യെസ്റ്റർഡേ. ഷീ വാസ് ടേക്കിംഗ് ഇന്റർവ്യൂ വിത്ത് സംവൺ. ഓ മൈ ഗാഡ്, ഷീ ഈസ് സൂപ്പർ നാച്ചുറൽ, ഐ അഡ്മയർ യു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ 5 മിനിറ്റ് പുള്ളിക്കാരൻ എന്നെ കുറിച്ച് അങ്ങ് പറയുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കിയത്. എൻ്റെ ഹസ്ബൻഡിന് നാണക്കേട് കൊണ്ട് വയ്യ. കാരണം ഞാൻ ഇവളെ സഹായിച്ചിട്ടില്ല. ഇവൾ എങ്ങനെയായിരിക്കും ആ വീഡിയോ ചെയ്യുന്ന അറിയത്തില്ല, ഏത് രീതിയിലായിരിക്കും ചെയ്യുന്നത്, ഏത് പോസ്റ്ററിലായിരിക്കും ചെയ്യുന്നത്, ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്യുന്നത്, ഒന്നുമേ പുള്ളിക്കറിയില്ല. ഹല്ലേലൂയ. അപ്പം പുള്ളി പുറത്തോട്ട് ഇറങ്ങിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, ക്യാമറ വേണോ, പിന്നെ സ്റ്റാൻഡ് വേണോ, പിന്നെ പൈപ്പ് വേണോ, ഇത് വേണോ, അത് വേണോ? അപ്പൊ ഞാൻ എന്ത് ചലോ എന്നെ സർപ്രൈസ് ആയിട്ട് ദുബായ് മോളിൽ ബുർജ് ഖലീഫ ഉള്ള മോൾ അറിയാമല്ലോ, നടന്ന സംഭവമാണ്. അവിടെ കൊണ്ടുപോയിട്ട്, അവിടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് മൈക്ക്, ഇവിടെ കുത്തിവെക്കുന്ന മൈക്കില്ലേ, ഞാൻ ഒരിക്കൽ പോലും അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇരിപ്പുണ്ട് മൈക്ക്, ഇങ്ങനെ കറങ്ങുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോന്നു എനിക്ക് പുറകെ അതിങ്ങനെ ക്യാമറ അത് എടുത്തുകൊണ്ടിരിക്കും. ക്യാമറ, അതിനുശേഷം സ്റ്റാൻഡ് ക്യാമറ, പിന്നെ പുതിയ മൊബൈല്, ക്യാമറ, എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം എനിക്ക് വാങ്ങിച്ചു തന്നു. ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാല്, അന്നു മുതല് യൂട്യൂബിൽ മീറ്റിംഗ് നടക്കുമ്പം ഇവിടെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. സാധാരണ ഞാൻ ഇവിടെ മീറ്റിംഗ് തുടങ്ങുമ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും അടിയും കൂവലും, പിള്ളേരെ അങ്ങോട്ട് അലർച്ചയും, എന്തൊക്കെയാണോ നടക്കുന്നത്. ഞാനിവിടെ ഇരിക്കുന്നത് എങ്ങനെയാണെന്നറിയുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോഴും ആമേൻ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു പറയുമ്പോൾ അവിടെ നോക്കുക. അപ്പൊ ഞാനിവിടെ അത് കേൾക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു 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 3-4 പ്രാവശ്യം ഒക്കെ പറയേണ്ടി വരും. കാരണം അത് തീരാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ അവസ്ഥയിലൂടെ നമ്മളെ കടത്തിവിട്ടു. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ നമുക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കും. കാരണം ഭക്തന്മാരെ ദൈവത്തിന് വേണ്ടി, ഒരു ഭക്തന് വേണ്ടി ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഭക്തനെ അഗെയിൻസ്റ്റ് ആണ്. ഹല്ലേലൂയ. അപ്പൊ ശത്രുവിനെ നമുക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കും. എൻ്റെ ജീവിതമാണ് പറയുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം പിന്നീട് ഒരു പ്രാവശ്യം നടന്നത്, അതൊന്നും എന്നെ
പിന്നെ പുറത്തേക്ക് പോകാനോ ഒരാൾ എന്നെ വിളിക്കാനോ ഒന്നും അപ്പോഴും ഫ്രീഡം ഇല്ല. ഇത് ചെയ്യാൻ മാത്രം ഫ്രീഡം ഉണ്ട്. പക്ഷെ ഇനി അനുവദിക്കണമല്ലോ, കോൾസ് വരാൻ അനുവദിക്കണം, എനിക്കൊന്ന് യുഎയിലൊന്ന് പുറത്തോട്ട് പോകാൻ അനുവദിക്കണം, ഇങ്ങനെ പബ്ലിക് മീറ്റിംഗ് ദൈവം അനുവദിക്കുന്ന ചെയ്യാൻ. അതിന് സമയം എങ്ങനെയാണെന്നറിയാമോ? ഒരു റിബല്ലിംഗ് ആണ് ഭയങ്കരമായിട്ട്. ഒരു ദിവസത്തില് എനിക്ക് ഈ ലെഫ്റ്റ് എൻ്റെ സൈഡ് മുഴുവനും നമ്മായി പോയി, വർക്ക് ചെയ്യത്തില്ല. ഞാൻ ഗ്ലാസ് എടുക്കുന്ന താഴെ വീണും, ബോട്ടിൽ എടുക്കുന്ന താഴെ വീണും, പാത്രം എടുത്ത താഴെ വീണും, അതൊന്നും പുള്ളിക്ക് പ്രശ്നമില്ല. പക്ഷെ സം ടൈം കറികൾ എടുക്കുന്നത് പോലും താഴെ വീഴുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് ഫുള്ളി എൻ്റെ പോയി. അപ്പൊ കാലിൽ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ, ഷൂസ് ഇട്ടാ ഓക്കെ, ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ഞാൻ ചെരുപ്പ് അങ്ങ് തെറിച്ചു പോകും. കാല് സെൻസിറ്റീവ് ഇങ്ങനെ സ്റ്റിഫായി പോയി. അപ്പോൾ ഒരു 1-2 വർഷം കൂടിയപ്പോഴ് ഞാൻ തന്നെ പറഞ്ഞു ഒരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് നെർവ്സിന്റെ ഇതിന് വേണ്ടിയിട്ട് ന്യൂറോ സർജൻ, ന്യൂറോയെ കാണാൻ പോയി. അത് വെൽക്കെയറിലാണ് പോയത്. അവിടെ പോയപ്പോഴ് ഞാനല്ല ബുക്ക് ചെയ്തത്. ഞാൻ ബുക്ക് ചെയ്താണെങ്കിൽ ഞാൻ പറഞ്ഞ ഡോക്ടർ അവിടെ ഇരിക്കുന്നതെന്ന് പറയാം. അദ്ദേഹം ബുക്ക് ചെയ്തു, എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് അപ്പോയിന്റ്മെന്റ് സമയത്ത് എന്നെ കണ്ടിട്ട് എൻ്റെ സ്കാനിങ് ഒക്കെ എടുപ്പിച്ചായിരുന്നു നേരത്തെ തന്നെ. റിപ്പോർട്ട് വന്നപ്പോഴാണ് പിന്നെ ചെല്ലുന്നത്. റിപ്പോർട്ട് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പറഞ്ഞു എന്തെങ്കിലും എനിക്ക് കൊട്ടാൻ കിട്ടുന്നതായിരിക്കും, കാരണം കൂടുതൽ വീഡിയോയിൽ ഇരിക്കുന്നു, ഏതൊക്കെയായിരിക്കും ഡോക്ടർ പറയാൻ വരുന്നത്. പുള്ളി അങ്ങനെ വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. ഇപ്പം ഡോക്ടർ പറയും എന്താണ് ഇത് കൂടുതൽ ചെയ്യുന്നത്, അത് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുമെന്ന് വിചാരിച്ച് ഇങ്ങനെ യെസ് ഡോക്ടർ. അപ്പൊ കാരണം അയാളും ബാംഗ്ലൂരുകാരനാണ്. അപ്പൊ വലിയ സന്തോഷത്തിലിരിക്കുകയാണ് ഇങ്ങനെ. അപ്പൊ ഡോക്ടർ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഓ യുവർ ബ്രെയിൻ ഈസ് സോ ഗുഡ്, ഇറ്റ്സ് സോ ഷാർപ്പ് ബ്രെയിൻ, എവറിത്തിങ് ഇസ് ഫൈൻ, ബട്ട് ദിസ് ഇസ് ഫോഗ് ആയിരിക്കാം. കാരണം ഫോഗ് എന്ന് പറഞ്ഞാല് ഈ പുള്ളിക്കാരത്തിന്റെ ബ്രെയിൻ എന്നോട് പറയുന്നത്, ഈ പുള്ളിക്കാരത്തിയെ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ബ്രെയിൻ. പക്ഷെ ആ ബ്രെയിനെ ആരെങ്കിലും അത് തടസ്സപ്പെടുത്തുമ്പോൾ അത് ഫോഗായിട്ട് മാറും ആ ബ്രെയിൻ. മനസ്സിലായോ? വലിയൊരു പ്രകാശം ഈ ബ്രെയിനെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആ പ്രകാശത്തെ തടയുന്നു എന്തോ, അതുകൊണ്ടാണ് ഈ ബ്രെയിൻ ഇങ്ങനെ ആകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു അയ്യോ ഇവിടെയും കിട്ടിയോ. അപ്പൊ കന്നഡക്കാരനാണ്, മലയാളിയാണെങ്കിൽ ഞാൻ എങ്ങനെയും ലെറ്റർ കൊടുത്തെന്ന് പറയാൻ ഫോൺ ചെയ്ത് പറഞ്ഞു ഇതൊന്നും പറ്റത്തില്ല. അപ്പം പറയാ അദ്ദേഹം അത്രയും പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അടുത്ത ചോദ്യം, ആർ യു ക്രിസ്ത്യൻ? ഹസ്ബൻഡ്. അപ്പം ഞാൻ യെസ് സർ, വി ആർ ക്രിസ്ത്യൻസ്. ആർ യു ഗോയിങ് ടു ചർച്ച്? ഈ ജാതിയായ ഡോക്ടർ ഇത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറ, നിങ്ങൾ ചർച്ചിൽ പോകുന്നുണ്ടോ? ഞാൻ ഇല്ല. ഈ സഹോദരിയെ, ഈ പുള്ളിക്കാരത്തിയെ ചർച്ചിൽ പോകാൻ അനുവദിക്ക്, ഇവരുടെ രോഗം മാറുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഹസ്ബൻഡ് പറയാണ് ദൈവമേ ഇതിൽ എന്തോ ഒരു വലിയ കാര്യമുണ്ടല്ലോ, ഇവക്ക് വേണ്ടി ഡോക്ടർമാരെങ്ങനെയാ സംസാരണം. എന്നെ ഡോക്ടറുടെ അടുത്തേ കൊണ്ടുപോകാറുള്ളൂ, വേറെ എങ്ങും എന്നെ കാണിക്കാറില്ലല്ലോ. ഒരു മനുഷ്യൻ വീട്ടിൽ വരാറില്ല, ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വരാറും പറ്റത്തില്ല. എന്നെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. അന്ന് വന്നിട്ടൊരു 15 ദിവസക്കാലം എത്രയാണോ ടോർച്ചർ എന്നതിന്റെ ഇൻറ്റു 100 ആയി. എനിക്ക് പാത്രം എടുത്താൽ ഒരു പാത്രം എടുക്കും 3 പ്രാവശ്യം താഴെ വീഴും. ഒന്നുമേ പറ്റാതായി. ഇറ്റ്സ് ബിക്കം. അത് സിവിയർ ആയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇനി ഡോക്ടർ പറഞ്ഞു തന്നെ, കാരണം ഇനി മെഡിസിൻ ഇല്ലല്ലോ എനിക്ക്. എങ്ങാണോ മെഡിസിൻ തന്നാൽ പോലും ഞാൻ കഴിക്കത്തുമില്ല. അപ്പൊ ഇനി ആകെ ഓപ്ഷൻ ഇവളെ അങ്ങ് ഫ്രീ ആയിട്ട് വിടുക. എന്നോട് പറഞ്ഞ് കേ കറോ ഓക്കെ ബൈ എന്ന് പറഞ്ഞു. സ്തോത്രം. അവിടെയും ലിമിറ്റേഷൻസ് ഉണ്ട്, എങ്കിലും നമുക്ക് കമ്മ്യൂണിയൻ എടുക്കാൻ പുറത്തു പോകാനൊക്കെ. അങ്ങനെയാണ് ഒരു 1.5-2.5 വർഷം മുമ്പ് എന്നെ പുറത്തേക്ക് ദൈവം അലോ ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ ഒരു സമയമായിരുന്നു. കാരണം അന്ന് പണ്ടേ എന്നെ അങ്ങനെ വിട്ടിരുന്നെങ്കിൽ, പണ്ടുള്ളത് നമ്മുടെ ഈ എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഇന്നലെ ഞാൻ പറഞ്ഞത്, ഉപദേശി, കൊച്ചുണ്ണി ഉപദേശി, ആശാരിയുടെ ഉപദേശിയുടെ മരുമോൻ കൺഫസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ആയിരുന്നു ഞാൻ ആദ്യ സമയങ്ങളിൽ. എനിക്കൊരു വ്യക്തി മുമ്പിലിരിക്കുമ്പം ഹിസ്റ്ററി മുഴുവനും എനിക്ക് കിട്ടും. ഞാനത് അവരോട് പറയും, പിന്നെ അതിനെക്കുറിച്ച് പ്രവചിക്കും, അവർക്ക് ഹീലിംഗ് ഉണ്ടാവും. ഭയങ്കരമായ ഒരു സൂപ്പർ നാച്ചുറൽ ആദ്യത്തെ ആ ഒരു മാസത്തേക്ക്. പക്ഷെ ഇത് അടച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, കർത്താവേ എനിക്ക് ഒന്നുമേ വേണ്ട, എനിക്ക് പ്രവചനവും വേണ്ട, എനിക്ക് ഹീലിംഗ് മിനിസ്ട്രിയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് നിന്നെ സ്നേഹിച്ചാൽ മാത്രം. അന്ന് നിന്നുപോയി അതെല്ലാം. സ്തോത്രം. പക്ഷേല് ഓരോ പ്രാവശ്യവും നമ്മുടെ ജേർണി നമ്മൾ മല കയറുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇരമ്യാവ് ജയിലിൽ കിടക്കുകയാണ്, ഇതുപോലെ ഞാനും മല കയറിക്കൊണ്ട്. ഒരാൾ പോലും പറയത്തില്ല മലയുടെ മേളിൽ കയറി, മലയുടെ മേളിൽ കയറി. എന്ത് മെസ്സേജ് വന്നാലും ഇപ്പോൾ മല കയറിക്കൊണ്ടേയിരിക്കുകയാണ്, മല കയറിക്കൊണ്ട്. ഇത് എന്ന് തീരും കർത്താവേ? പക്ഷേ 2 ദിവസം മുമ്പ് 5-ാം തീയതി രാത്രി കർത്താവ് ഡിക്ലെയർ ചെയ്തു, നൗ യു റീച്ച്. അതാണ്
റീന ടോം പറഞ്ഞ വചനം പറഞ്ഞില്ലേ, അത് അന്ന് രാത്രിയിൽ നമുക്ക് ഇടപെട്ട വചനമാണ്. ആ ദർശനം മറ്റൊരാൾക്ക് ലഭിച്ചതാണ്. ഹല്ലേലൂയ. എന്നെ രാവിലെ വിളിച്ച് ഏർലി മോർണിംഗിൽ അറിയിക്കുന്നു, ഞാൻ ഇവിടെ എൻകൗണ്ടറിലൂടെ പോകുന്നു. അതേസമയം അവിടെ അത് റിഫ്ലക്ട് ചെയ്യുന്നു. ആ രണ്ടും കൂടെ മെർജായിട്ട് അന്ന് രാത്രിയിൽ ആ ബ്രേക്ക് ത്രൂ നടക്കുന്നു. ഹല്ലേലൂയ. അതാണ് ഇരമ്യാവിന്റെ ജീവിതത്തില്. ഇരമ്യാവിനോട് പറയാണ്, ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ചു നിന്നെ വിട്ടയക്കുന്നു. ഹല്ലേലൂയ. ഇനി നമ്മുടെ മെസ്സേജിലേക്ക് കടക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ബാബിലോണിലേക്ക് വരാം. കാരണം ഇവരെല്ലാം പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ബാബിലോണിയർ വരുമ്പോൾ ഇവര് കുറെ പേര് കാരാഗ്രഹത്തിലുണ്ട് ഇരമ്യാവിനെ പോലെ. അപ്പം ഇരമ്യാവിനെയും അതോടൊപ്പം ആണ് ആര് കാണുന്നത്? ബാബിലോണിയർ കാണുന്നത്. ഇവരെല്ലാം കൾപ്രിറ്റ് ആണല്ലോ. ഇവരെല്ലാം പിടിച്ചോണ്ട് പോകുമെന്ന് ഇവരെന്താ പറയാ, അതിന് മലയാളത്തിൽ എന്താ പറയാ, ഇവരെല്ലാം തടവുകാരാകാൻ പോകുന്നവരാണല്ലോ ഇപ്പൊ ഈ സമൂഹം മുഴുവനും. പക്ഷേ അവർ വന്നപ്പോൾ ആരുടെ ദൃഷ്ടി ഇരമ്യാവിന്റെ മേലുണ്ട്? ദൈവത്തിന്റെ ദൃഷ്ടി. ഹല്ലേലൂയ. നിങ്ങൾ ഇനി വായിച്ചോ, 39 അധ്യായത്തിന്റെ 1 മുതൽ 11 വാക്യം മുതൽ അതിന്റെ 14 വാക്യം വരെ വായിച്ചേ. 11 മുതൽ 14 വരെ 39 അധ്യായത്തിന്റെ. യിരെമ്യാവെ കുറിച്ച് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അകമ്പടി നായകനായ നെബൂസർ അദാനോട്, നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടി വെച്ച് അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്കുക എന്ന് കൽപ്പിച്ചിരുന്നു. അങ്ങനെ അകമ്പടി നായകനായ നെബൂസർ അദാനും നെബൂഷസ്ബാനും രബ്സാരിസും നേർഗൽ ശരേസരും രക്മാഗും ബാബേൽ രാജാവിന്റെ സകല പ്രഭുക്കന്മാരും കൂടെ ആളയച്ചു യിരെമ്യാവെ കാവൽപുര മുറ്റത്തു നിന്ന് വരുത്തി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടതിന് ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തിന്റെ ഇടയിൽ പാർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ശത്രു രാജ്യം വന്നിട്ട് നമ്മളോട് പറയാണ് നിന്നെ ഞാൻ വിട്ടയക്കുന്നു? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. സ്വന്തം ജനം ഇവിടെ ഇരമ്യാവിനെ ജയിലിലിട്ടിരിക്കുക, അവനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ശത്രു രാജ്യത്ത് നിന്ന് വരുമ്പോൾ അവിടുത്തെ രാജാവ് പറഞ്ഞു വിടുകയാണ്, നിങ്ങൾ അവിടെ പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഇരമ്യാവെന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവിടെ. എന്തായിരിക്കും കാരണം? കാരണം ഇരമ്യാവ് ഈ മനുഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആർക്ക് എഗെയിൻസ്റ്റ് ആകരുതെന്ന്. ഹല്ലേലൂയ. ഈ ജനത്തിന് എന്ന് പറഞ്ഞാൽ ഈ ബാബേൽക്കാരോട് നിങ്ങൾ എഗെയിൻസ്റ്റ്, അവർക്ക് കുറിച്ച് നല്ല കാര്യമാണ്, ദൈവത്തിന്റെ ഭയവുമാണ് ഈ ജനത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അന്നു മുതലേ ബാബേൽ രാജാവിന് ഇരമ്യാവിനോട് ഒരു കമ്പാഷൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ദൈവം ബാബേലുകാരെ അനുവദിച്ചു. ഇവിടെ വന്ന് ഈ ക്യാപ്റ്റിവിറ്റിയിൽ ഇവരെ കൊണ്ട് പിടിക്കുമ്പോൾ അവരോട് വാർണിംഗ് കൊടുത്തിരുന്നു, ഇരമ്യാവിനെ നീ റിലീസ് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആത്മീയ മർമ്മം മനസ്സിലാകുന്നുണ്ടോ? സഭ മുഴുവനും റാണിക്ക് എഗെയിൻസ്റ്റ് ആണ്. ഹല്ലേലൂയ. പാസ്റ്റേഴ്സ് മുഴുവനും റാണിക്ക് എഗെയിൻസ്റ്റ് ആണ്. റാണി നിൽക്കുന്നത് 2010 ദൈവം തന്ന എൻകൗണ്ടറിനനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം പറയാത്തൊരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ദൈവം പറഞ്ഞ കാര്യം തന്നെയാണ്. എൻഡ് ടൈമിലെ റിവൈവലിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൾ ഇരമ്യാവിനെ, ശത്രു രാജ്യം വന്നിട്ട് ഇരമ്യാവിനെ റിലീസ് ചെയ്യുമ്പം ഈ കൂട്ടത്തിലുള്ള ജനത്തിന്റെ അന്താളിപ്പ് എന്തായിരിക്കും? ഹല്ലേലൂയ. അവിടെ ഇരമ്യാവിന് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ബാബേലിൽ വന്ന് താമസിക്കാം, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ വേണമെങ്കിലും താമസിക്കാം. പക്ഷെ ഇരമ്യാവ് തന്റെ സ്വന്തം ജനത്തോട് ആ കഷ്ടതയിൽ ജീവിക്കാനാണ് ഇരമ്യാവ് ആഗ്രഹിച്ചത്. ഇരമ്യാവ് ഫ്രീഡം അന്വേഷിച്ച് ഓടിപ്പോയില്ല. ആമേൻ. സങ്കീർത്തനം 34 അധ്യായത്തിന്റെ 19 വാക്യം അതാ നമ്മൾ വായിച്ചത്. വായിക്കാമോ? സങ്കീർത്തനം, ഇന്ന് വായിച്ച സങ്കീർത്തനം 34 അധ്യായത്തിന്റെ 19 വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ആമേൻ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ. നമ്മൾ ഇന്നലെ യോബിന്റെ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുമാത്രം വേദനയിലൂടെ യോബ് പോകുന്നത്. ഒരു സമാധാനം യോബിന്റെ ജീവിതത്തിൽ. ഒന്ന് കഴിയുമ്പോൾ പിന്നെ അലർന്ന സിംഹം പോലെ ദൈവം തന്നെ അവനെതിരായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേല് അവിടെ ഇരമ്യാവിനോട് പറയാണ്, ഇരമ്യാവിന് വേണ്ടി
ശത്രുവിനെ ഉപയോഗിക്കുന്ന ഒരു ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ, സ്വന്തം ജനത്തിന്റെ മുമ്പിൽ ലജ്ജിപ്പിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ മൗത്ത് പീസായ ഇരമ്യാവിനെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് കാണുന്നത്. അല്ലയാ. അതുപോലെ തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മൾ പറയുന്നുണ്ട് റിയാലിറ്റിയിലേക്ക്. ദൈവമക്കളെ, നമ്മൾ വചനം പറയാൻ എളുപ്പമാണ്, മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിലൂടെ, ആ ജീവിതത്തിലൂടെ നമ്മളെ കടത്തി വിടുമ്പോഴാണ് നമ്മുടെ റിയാലിറ്റി ദൈവം മനസ്സിലാക്കുന്നത്, നമുക്കും മനസ്സിലാക്കി തരുന്നത്. നമ്മൾ കടന്നു പോകും അതിലൂടെ. അവിടെ നിങ്ങൾ ജയിക്കണം. ഹല്ലേലൂയ. 2010 ആദ്യത്തെ ദിവസമായ എൻകൗണ്ടർ നടന്നതിന് ശേഷം 21 days ഫാസ്റ്റിംഗ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. എനിക്ക് ജീവിതത്തിൽ ഇന്നുവരെയും ഫാസ്റ്റിംഗ് എന്തോന്നല്ല, എന്തോന്ന് അറിയാത്ത എനിക്ക് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക എന്താണെന്ന്. മിഡ് നൈറ്റ് പ്രയർ സ്റ്റാർട്ട് ചെയ്തു, ഒറ്റയ്ക്ക് നക്ഷത്രങ്ങളെ ആകാശത്തേക്ക് നോക്കി രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ശൂന്യതയാണ്, അന്ധകാരമാണ്. ഹസ്ബൻഡ് അറിയാതെ ഇതൊക്കെ ചെയ്യുന്നത്. അന്നു മുതലേ കർത്താവിനറിയാം ഞാൻ പറയുന്നത് തന്നെ അന്നും ഇന്നും ചെയ്യുമെന്ന്. അന്ന് ഒരു മാസത്തിന് ശേഷം എൻ്റെ വെപ്രാളം കൊണ്ട് എനിക്ക് ടെസ്റ്റ് മണി പറയണം, എനിക്കിത് എല്ലാവരും പറഞ്ഞു, ഇവിടെ സമ്മതിക്കത്തില്ല ഹസ്ബൻഡ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവ് എന്നെ കേരളത്തിലേക്ക് പോകാൻ അനുവദിച്ചു, എൻ്റെ അമ്മയെ കാണാനായിട്ട്. ആ പ്രാന്തിയെ പോലെ ഞാൻ പോകുമ്പോൾ, ആ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് കർത്താവ് തന്ന അധ്യായമാണ് ഇരമ്യാവിന്റെ പുസ്തകം 26-ാം അധ്യായം. ഇരമ്യാവിനെ കുറിച്ചും ഊറിയാവിനെ കുറിച്ചും. ഊറിയാവ് ദൈവം പറഞ്ഞ കൽപ്പനയെ അവൻ ഭയന്നു, പക്ഷെ ഇരമ്യാവ് ഭയന്നില്ല. അതുകൊണ്ട് അതിന്റെ അവസാനത്തിൽ പറയുന്നു, ഇരമ്യാവിന്റെ ശവമല്ല, ഇരമ്യാവിനെ സൂക്ഷിക്കേണ്ടതിന് അവൻ ഇതേപോലെ തന്നെ ഇവിടെ ഒരു ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകനായ എന്ന് കാണിക്കുന്നല്ലോ, ഇതുപോലെ തന്നെ അവിടെ അവനെ പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷെ ഊറിയാവിന്റെ ശവം വിജനമായ സ്ഥലത്തിട്ടെന്ന അവസാനം 26-ാം അധ്യായത്തിന്റെ. എനിക്ക് യൂര്യാവിനെ കുറിച്ച് അറിയത്തില്ല, എനിക്ക് ഇരമ്യാവിനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ അന്ന് പുൽപ്പുറ്റിൽ എൻ്റെ വീടിനടുത്തുള്ള ചർച്ചിൽ പോയി ദേവദാസനോട് പറഞ്ഞ്, നിങ്ങൾക്ക് ആ ടെസ്റ്റ് മണി അറിയാമല്ലോ, ഇത് പറയുന്നത് ഓർമ്മ, എനിക്ക് ഇത്രയും അറിയാം. ദൈവം പറയുന്നത് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകും, ദൈവം പറഞ്ഞത് പറയാതിരുന്നാൽ നിന്നെ ദൈവം നശിപ്പിച്ചു കളയും. ഇത്രയും പറയാൻ മാത്രം എനിക്കറിയാം. ഞാൻ ശിശുവാ, ബേബിയാ, 1 മാസമേ ഉള്ളൂ എനിക്ക്. 2010 ഓർത്ത് നോക്കണം. അപ്പൊ ഇരമ്യാവിന്റെ ജീവിതവുമായിട്ട് ദൈവം നമ്മളെ, ഇന്ന് രാവിലെ എനിക്ക് ദൈവം എൻ്റെ മെഡിറ്റേഷനിൽ എനിക്ക് തന്ന ഒരു വാക്യമാണ്. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ എടുക്കാൻ, എനിക്ക് 3 ബൈബിളുണ്ട്. ഓരോ ദിവസവും കർത്താവിനോട് ചോദിക്കും, ഇന്ന് ഏത് ബൈബിളാണ് എടുക്കേണ്ടത്. 3 അല്ല 4 ബൈബിളുണ്ട്. മലയാളം 3-ഉം, എൻ്റെ പഴയ മലയാളം ബൈബിളും, പുതിയ വലിയ അക്ഷരത്തിലുള്ള ഒരു ബൈബിളും, എവിടെയും കൊണ്ടുപോകുന്ന ഒരു മലയാളം ബൈബിളും, ഇംഗ്ലീഷ് ബൈബിളും ഉണ്ട്. അപ്പം എപ്പോൾ പലതിലും പല അണ്ടർലൈനിങ്ങുകളാണ് ചെയ്തിരിക്കുന്നത്, ഓരോ പ്രാവശ്യവും വെളിപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പം ഇന്ന് രാവിലെ ചോദിക്കുകയാണ്, കർത്താവേ ഏത് ബൈബിളാണ് എടുക്കേണ്ടത്? ഇംഗ്ലീഷ് ബൈബിൾ എടുത്തു. അതുകൊണ്ട് പുറത്തേക്ക് പോയി ഉടനെ ആ ബൈബിളിൽ 4-ാമത്തെ വാക്യമാണ് വായിപ്പിക്കുന്നത്. ബട്ട് ഐ ആം ഗോയിങ് ടു ടേക്ക് ഓഫ് യുവർ ചെയിൻസ് ആൻഡ് ലെറ്റ് യു ഗോ എന്ന്. ലെറ്റ് യു ഗോ. ദൈവം നമ്മളെ, എന്നോട് പറയാണ്, ഗാഡ് സെറ്റ് മീ ഫ്രീ ഫ്രം ദ പ്രിസൺ. 17 വർഷത്തെ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്, നിങ്ങളാരും കണ്ടില്ല, പക്ഷെ ഞാൻ അത് അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. എന്നോട് പറയുന്നതാണ് ഞാൻ പറയുന്നത്. ഇത്രയും കാലം ഞാൻ ജയിലിലായിരുന്നു, ഇനി ഞാൻ ജയിലിലല്ല, ഇനി ഞാൻ ഫ്രീ ആയിരിക്കുന്നു. ഇന്നലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നാട്ടിൽ പോയാൽ അവിടെ മീറ്റിംഗ്, ഇവിടെ മൂത്ത മോനും ഹസ്ബൻഡും കൂടെ എപ്പോഴും ലീവിന് പോകുന്ന പറയുമ്പോൾ മമ്മി തുടങ്ങും, അവിടെ മീറ്റിംഗ്, ഇവിടെ മീറ്റിംഗ്, മീറ്റിംഗ് തുടങ്ങും. മസ്കറ്റിൽ പോയപ്പോഴും ഇവിടെ സിംഗപ്പൂരിൽ പോയപ്പോഴും 2 പേരെ കാണാനുണ്ടായിരുന്നു. അവരെല്ലാം ശത്രുക്കളായി. ഇപ്പം ഡിക്ലറേഷൻ, ആരെയും കാണാൻ പറ്റില്ല, ആരും വരാനും പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു, നാട്ടിൽ പോകുമ്പോൾ 2 മീറ്റിംഗ് ഉണ്ട്, 4 സ്നാനമുണ്ട്, ഇതിനാലും ചെയ്തേ ഞാൻ വരത്തുള്ളൂ. സ്വത്രം. 2 പേരും ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആ കറക്റ്റ് സമയത്ത് നിങ്ങൾ പറയുമ്പോൾ ഉണ്ടല്ലോ, അത് കറക്റ്റ് ചാനലായിരിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഭക്തൻ, ദൈവഭക്തൻ സത്യം പറഞ്ഞാല് എല്ലാവരും അവനെ പരിഹസിക്കും. ദൈവം പറഞ്ഞതിനനുസരിച്ച് നമ്മൾ പോയാൽ, സ്ത്രീകളിലെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്നത് എനിക്കറിയത്തില്ല, യൂനിയാവ് അപ്പോസ്തലയാണെന്ന് എനിക്കറിയത്തില്ല, ഫേബെ അവിടുത്തെ ഡീക്കനാണെന്നോ ഇനി പിന്നീട് അവളെ ശുശ്രൂഷയിലേക്ക് ഉള്ളതാണെന്നോ ഒന്നും നമുക്കറിയില്ല. ആമേൻ. പക്ഷെ കർത്താവ് സമയാസമയങ്ങളിൽ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പോകാമെങ്കിൽ, നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് പരിഹാസമായി തോന്നും. ഹല്ലേലൂയ. ഇരമ്യാവിനെ അപമാനിച്ചവർ വീണു പോയി, എന്നാൽ ദൈവം ഇരമ്യാവിനെ ഉയർത്തിയെന്ന്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഭൗതികമായ ഏതെങ്കിലും ഉയർച്ചയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്.
ഇത് ആത്മതലത്തിലുള്ള കാര്യമാണ്. ദൈവം തന്റെ ദാസനെ മറക്കയില്ലെന്നായി 40-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ദൈവം തന്റെ ഭക്തനെ മറക്കുകയില്ല. കഷ്ടകാലം എത്ര നീണ്ടുപോയാൽ, ഇന്ന് ആരോടൊക്കെയോ പറയാണ്, നിന്റെ കഷ്ട സമയം എത്ര കാലം ദൈവം നീട്ടിക്കൊണ്ട് നിന്നെ കൊണ്ടുപോയാലും വിടുതൽ ദൈവത്തിന്റെ സമയത്ത് വരും, നിശ്ചയമേ. ഹല്ലേലൂയ. ദൈവം ഒരു സമയം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നീ താണിരിക്കാൻ പറഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കുക. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞാൽ കാത്തിരിക്കുക. ആ തക്ക സമയത്തെ ദൈവത്തിന് നിന്നെ ഉയർത്താൻ പറ്റത്തുള്ളൂ. യെസ് ഓർ നോ? ഹല്ലേലൂയ. ഇത് നിങ്ങളോട് പറയുന്നത്, ദൈവം നിങ്ങളെ മറക്കുകയില്ല, ദൈവം നിങ്ങളെ ഓർക്കും. ഗോഡ് റിമെമ്പേർഡ് റേച്ചൽ, ഗോഡ് റിമെമ്പേർഡ് നോഹ, ഗോഡ് റിമെമ്പേർഡ് എബ്രഹാം, ഗോഡ് റിമെമ്പേർഡ് നൗ ആരാണ്? ഇരമ്യാവ്. ദൈവം ഇരമ്യാവിനെ ഓർത്തു. ഇരമ്യാവ് ഇങ്ങനെ ജയിലിലിട്ടപ്പോ എല്ലാരും വിചാരിച്ചു എന്തുവാണ്, ആമേ അവൻ എന്നും ഇങ്ങനെ കിടക്കും, ഇവന് വേറെ പണിയൊന്നും ഇല്ലെന്ന്. കാരണം ഇവരുടെ ഫ്ലഷ് സന്തോഷിക്കാൻ ഇവർ ആഗ്രഹിച്ചു. ദൈവത്തിന്റെ പദ്ധതിക്ക് ഒരു ചങ്ങലയ്ക്കും തടയാൻ കഴിയുകയില്ല എന്ന് നിങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞട്ടെ. ആലീസ് ആണെങ്കിലും, അഞ്ജനയാണെങ്കിലും, ഡെയ്സി ആണെങ്കിലും, ജിബിന ആണെങ്കിലും, ലിനിലാണെങ്കിലും, റേച്ചൽ ആണെങ്കിലും, റീനയാണെങ്കിലും, അനിതയാണെങ്കിലും, സോണിയാണെങ്കിലും, ഷീനയാണെങ്കിലും, അനു ആണെങ്കിലും, ഡെയ്സി ആണെങ്കിലും, ലീനയാണെങ്കിലും, ലിസമ്മയാണെങ്കിലും, പ്രീമയാണെങ്കിലും, മിനി ആണെങ്കിലും, നിർമ്മലയാണെങ്കിലും, മിരണ്ട ആയാലും, റബേക്ക ആയാലും, റെജി ആയാലും, ഹാലലു റീമ ആയാലും, ഷാൻഡി ആയാലും, റെഡ്മി ആയാലും, വീണ ആയാലും, ഷീജ ആയാലും, സജി ആയാലും, ഹല്ലേലൂയ സ്തോത്രം, വിവോ ആയാലും, ആരാണെങ്കിലും നമ്മളോട് എല്ലാവരോടും ഇന്ന് കർത്താവ് ഡിക്ലെയർ ചെയ്യുകയാണ്, ദൈവത്തിന്റെ പദ്ധതിയെ പിശാചിനൊരു സമയം അനുവദിച്ചു. ആ ചങ്ങല നീ നല്ല ബുദ്ധിക്കും നല്ല വൃത്തിക്കും നീ കെട്ടിവെച്ചു. അപവാദങ്ങൾ കൊണ്ടും നിന്ദ കൊണ്ടും പരിഹാസം കൊണ്ടും നീ കുറെ ചിരിച്ചു. പക്ഷെ ഇതിനൊന്നും ഈ ചങ്ങലയെ തടയുവാൻ നിനക്ക് ഇനി സാധിക്കത്തില്ല. കാരണം when God set you free from the prison, you are free. Hallelujah. അവസ്ഥയെ ദൈവം അനുവദിച്ചത്. ഈ 17 വർഷത്തെ കാരാഗൃഹത്തിൽ എന്തുമാത്രം ട്രെയിനിങ് ആണ് എനിക്ക് കിട്ടി. കൊമ്പന്മാരെ വെല്ലാൻ പോലുമുള്ള ട്രെയിനിങ് എനിക്ക് തന്നില്ലേ? ഹല്ലേലൂയ. ലവ് ഓഫെയറും കൊണ്ടുവരുന്ന പാസ്റ്റർമാര്, പ്രശ്നങ്ങൾ കൊണ്ട്, കുരുക്കുവഴികൾ കൊണ്ട്, കുരുട്ടു ബുദ്ധികൾ കൊണ്ട് പല രീതിയിലുള്ള ടെസ്റ്റിങ്ങുകൾ തന്നില്ലേ? എല്ലാ രീതിയിലും കൂടെ നിൽക്കുന്നവർ കാലുമാറുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മളെ ടേൺ ചെയ്യുന്ന സമയത്ത് ആളുകൾ എങ്ങനെയാ മാറിപ്പോകുന്നത്? നമ്മളെ കുത്തുന്നത് എങ്ങനെയാണ്? പരിഹസിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ കൂട്ടത്തിൽ വീട്ടിലെ പ്രശ്നങ്ങള്, കൂട്ടിലെ പ്രശ്നങ്ങള്, നാട്ടിലെ പ്രശ്നങ്ങള്, കുടുംബം, അമ്മ തൊട്ട് സഹോദരങ്ങളോട് എല്ലാവരോടും സൈലന്റ് ആയി ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ്. ഈസ്റ്ററിന് ശേഷം എന്റെ ബെഡ് റിഡൺ ആയിരിക്കുന്ന എന്റെ അമ്മയോട് പോലും ഞാൻ സംസാരിക്കാറില്ല. ഞാൻ ഒറ്റക്കാര്യം എന്റെ അമ്മയോട് പറഞ്ഞു, രക്ഷ എന്താണെന്ന് മമ്മി അറിയുന്നതുവരെ ഞാൻ ഇനി അമ്മയോട് മിണ്ടുകയില്ല. കാരണം മമ്മി ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് അമ്മയുടെ രക്ഷയെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് മുതൽ ഞാൻ എന്റെ അമ്മയോട് മിണ്ടുകയില്ല എന്ന് ദൈവത്തോടും ഡിക്ലെയർ ചെയ്തു. ഹല്ലേലൂയ. അത് വേറെ വേദന കൊണ്ടല്ല. മറ്റുള്ളവർ ചോദിക്കും, നീ പെന്തക്കോസ്തുകാരി, നീ പാസ്റ്റർ, നിന്റെ തള്ളയോട് നീ മിണ്ടുന്നുണ്ടോ? ഹല്ലേലൂയ. എന്റെ അമ്മയോട് ഞാനും കൂടെ ഉള്ളൊരു യുദ്ധമാണ്. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളോട് ആരോടും ഞാനിപ്പോൾ മിണ്ടാറില്ല. എന്റെ ഹസ്ബൻഡിന്റെ റിലേഷൻസിനോട്, ഒറ്റ കസിനോട് മാത്രം അവർ കണക്റ്റഡ് ആയിരിക്കുന്നു. അവരോടല്ലാതെ ഒരു റിലേഷൻസിനോട് 2 മാസമായി ഈസ്റ്റർ മുതൽ ഞാൻ ആരോടും സംസാരിക്കാറില്ല. ബൗണ്ടറീസിനെ ദൈവം എൻലാർജ് ചെയ്യുമ്പോൾ, ടെറിട്ടറി എൻലാർജ് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും, നിനക്ക് ഇമ്പോർട്ടന്റ് ആരാണെന്ന്. ഹല്ലേലൂയ. ഒരമ്മ നഷ്ടപ്പെടുമ്പോൾ 1000 അമ്മകളെ നിനക്ക് തരും. യേശു കർത്താവിന്റെ അടുത്ത് പെറ്റ അമ്മ വന്ന് നിൽക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞതാണ്, ആരെന്റെ അമ്മ, ആരെന്റെ സഹോദരങ്ങൾ, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നത് ആരോ അവരെന്റെ അമ്മയും അവരെന്റെ സഹോദരങ്ങളും. ആ റാലത്തിലേക്ക് നമ്മളെ ഒന്ന് കയറ്റി നിർത്തുവാൻ മൈ ഓൺ ഡോട്ടർ, ഹല്ലേലൂയ, അവളെന്നെ റിജക്ട് ചെയ്തു. ഹല്ലേലൂയ. അവള് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് ദാറ്റ് ഈസ് അനദർ പേജ്. ഹല്ലേലൂയ. ബട്ട് ഐ നോ വൺ തിങ്, കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി മുതൽ ഞാൻ അവളോട് സംസാരിക്കാറില്ല. അവൾ എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് എനി വൺ. ഹല്ലേലൂയ. അവൾ പറയുന്നു, അഭിഷേകം വേണ്ട. എന്റെ അപ്പച്ചനും അമ്മച്ചി എന്നെ പഠിപ്പിച്ചില്ല. ദെൻ വൈ ആർ യു ടെല്ലിംഗ് മീ ടു റിസീവ് ദ അനോയിറ്റിംഗ്? അവൾ എന്നെ കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇപ്പൊ അതൊന്നും കാണുന്നില്ല അല്ലേ പാസ്റ്റർ ആലീസ്? ഹല്ലേലൂയ. പാസ്റ്റർ ആലീസിന് എല്ലാ കാര്യങ്ങളും അറിയാം. ഹല്ലേലൂയ. കോമ്പറ്റീഷൻ ഭയങ്കരമാണ്. ഹല്ലേലൂയ. എല്ലാ ജേർണിയും കഴിഞ്ഞു. എവറിത്തിങ് ഇസ് ഫിനിഷ്. നൗ ദ ആക്ഷൻ ടൈം. സിംഹത്തിന്റെ വായിൽ പോയി ഇരിക്കുന്ന സകലതിനെ വിടുവിക്കുന്ന സമയമാണ്. അവൻ ഒരു വഴിയായി വരുമ്പോൾ 7 വഴിയെ ചിതറിപ്പോക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ആത്മശക്തിയാലെ നിന്നെങ്കിൽ മാത്രമേ. ജേർണി ഈസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ until unless when you don't go through training, you cannot battle the fight. ഹല്ലേലൂയ. ഒബ്വിയസ്ലി കർത്താവാണ് ബാറ്റിൽ ചെയ്യുന്നത്, പക്ഷെ നീയാണ് ഇവിടെ നിൽക്കുന്നത്.
നിന്റെ ഹൃദയം തകർന്നു പോയാലുണ്ടല്ലോ, അവൻ ക്യാപ്റ്റിവിറ്റിയിലേക്ക് നിന്നെ കൊണ്ടുപോകും. നിന്റെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം ഉത്ഭവം അവിടെ നിന്നുമല്ലയോ. ഏകദേശം 40ഓളം വർഷത്തോളമാ യഹൂദ ജനത്തോട് ദൈവത്തിന്റെ മുന്നറിയിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് അയക്കുന്നത്. എല്ലാവരും അവനെ നിഗ്ലക്ട് ചെയ്തു. എന്തുവാ അവൻ പറഞ്ഞത്? അവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്തുവാ? മാനസാന്തരപ്പെടണം, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം, ഇല്ലെങ്കിൽ ബാബിലോണിയർ വന്ന് ദേശത്തെ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും ഇവരൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ആമേൻ. ജനങ്ങൾ കേട്ടില്ല, നേതാക്കന്മാര് കേട്ടിട്ടില്ല. ആമേൻ. അതുകൊണ്ടാണ് പരിഹാസം സഹിക്കേണ്ടി വന്നത് ഇരമ്യാവ്. അതുകൊണ്ടാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ചഴിക്കുഴിയിൽ എറിയപ്പെട്ടത്. ആമേ, ഏത് ഒറ്റപ്പെടലും വേദനയും അനുഭവിക്കേണ്ടി വന്നാലും ദൈവത്തിന്റെ വചനം പറയുന്നത് ഇരമ്യാവ് നിർത്തിയില്ല. അവിടെയാണ് നമ്മുടെ ഫോക്കസ് കൊടുക്കേണ്ടത്. നമ്മൾ എന്തോ ചെയ്യും? അയ്യോ, അവരെന്നെ വിട്ടുപോയി, ഇവരെന്നെ വിട്ടുപോകും, അവരെന്നെ കളിയാക്കും, അവരെന്റെ വഴി തുടയ്ക്കും, ഇവരെന്റെ പാസ്പോർട്ട് നിർത്തിവെക്കും, അവരെന്റെ യാത്ര മുടക്കും, നമുക്ക് അതുകൊണ്ട് മിണ്ടാതിരിക്കാം. ഓ, സ്വോത്രം. എന്നിട്ടും ഇരമ്യാവ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിർത്തിയില്ല. അവസാനം ദൈവം പറഞ്ഞതുപോലെ ബാബിലോണിയർ എന്ത് ചെയ്തു? യഹൂദന്മാരെ ക്യാപ്റ്റിവിറ്റിയിൽ പിടിച്ചോണ്ടുപോയി. സ്തോത്രം. പക്ഷെ ഇരമ്യാവിന് ഓപ്ഷൻ കൊടുത്തു. നിനക്ക് എല്ലാരെയും ഒന്നും കൊണ്ടുപോയില്ല, കുറെ പേരെ കൊണ്ടുപോയി. അതിലുള്ള മെയിൻ ആയിട്ടുള്ള കുറെ പേരെ അവർ കൊണ്ടുപോയി, പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ കുറെ പേരെ ഇവിടെ ഇട്ടു, കാരണം ഇവരെ കൊണ്ടുപോയിട്ട് ആവശ്യമില്ല. അതിനോടൊപ്പം ഇരമ്യാവിനൊരു ഓപ്ഷൻ കൊടുത്തു. നിനക്ക് ഇവിടെ വേണമെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആമേ, ഇത്രയും സ്വാതന്ത്ര്യം ഒരു ശത്രുദേശം വന്ന് യുദ്ധത്തിന് വരുമ്പോൾ ആമേ, നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണമെങ്കിൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ ലോകമല്ലേ ദൈവം കൺട്രോൾ ചെയ്യുന്നത്? ഈ ലോകത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ദൈവമാണെന്ന് നമ്മളോട് പറയുകയല്ലേ. നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, ബാബിലോണിലേക്ക് വേണമെങ്കിൽ നിനക്ക് വരാം, ഞങ്ങൾ നിന്നെ അവിടെ സംരക്ഷിക്കും ശത്രു രാജ്യത്ത്. ബാക്കിയെല്ലാം നിന്നെ കുത്തിയതെല്ലാം അവിടെ കിടക്കും, അല്ലെങ്കിൽ ഇനി ഇവിടെ നിനക്ക് താമസിക്കാം. ഇവിടെ നമുക്ക് ദൈവം തരുന്നൊരു വലിയ സത്യം എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യർ ചങ്ങല കൊണ്ട് നമ്മളെ ബന്ധിക്കാൻ നോക്കും. ദൈവം അനുവദിക്കുന്നതാണ്, നമ്മളെ ഇടും. അവർക്ക് തോന്നും അവളെ കെട്ടിവെച്ചെന്ന്. പക്ഷെ ദൈവം ചങ്ങല അഴിക്കാൻ ശക്തനാണ്. നിന്നിലൂടെ വ്യാപരിക്കുന്ന ആത്മശക്തി ഉണ്ടല്ലോ, അഭിഷേകം നുകത്തെ തകർക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞിട്ടെ, അഭിഷേകം, നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം കറക്റ്റ് സമയത്ത് ദൈവം അഭിഷേകം കറക്റ്റ് സമയത്ത്. പലരും എന്നോട് പറയും, ഈ സത്യങ്ങൾ തുറന്നു പറയരുത്, ആർക്കെങ്കിലും ഒക്കെ ജലസി തോന്നിട്ട് നിർത്തും. ഹൂ ക്യാൻ സ്റ്റോപ്പ്? ഹല്ലേലൂയ. അവിടെയും ദൈവം ഞാൻ പറയാണ്, ഹൂ ക്യാൻ സ്റ്റോപ്പ്? അങ്ങനെ മനുഷ്യർ പറയുന്നതിനനുസരിച്ച് നമ്മുടെ അനുഗ്രഹങ്ങൾ സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ലോ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ നിന്നുപോയെന്ന് പറയത്തില്ലേ? കാരണം മനുഷ്യരെല്ലാം ദൈവത്തിന് അഗെയിൻസ്റ്റ് ആവുകയാണ്. എന്നാൽ അവനെ വിടുവിക്കാൻ ദൈവം ഉപയോഗിച്ചത് ബാബിലോണിയനായ ഒരു സേനാധിപതിയാണ്. ദൈവം ആഗ്രഹിച്ചാൽ ശത്രുവിനെയും നമ്മുടെ അനുഗ്രഹത്തിനുള്ള ഉപകരണമാക്കാൻ കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നു? പക്ഷെ ദൈവത്തോട് പറ്റിയിരിക്കുമ്പോഴേ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ദൈവത്തിനോട് നമ്മളെ പുറമേ കാണിക്കും, അകമേ നമ്മൾ നമ്മുടെ വേറെ രീതിയാണെങ്കിൽ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും. എത്ര ഹ്യൂമിലിയേഷൻ ആവുന്ന ഒരു കാര്യമാണ് ഞാനൊരു പാസ്റ്റർ ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ ജേർണി അറിയാം. 1.5 വർഷമായിട്ട് ഞാൻ കടന്നുപോയത്. എത്ര പേർക്കറിയാം ആ ജേർണി? ആമേൻ. എത്ര പേർക്കറിയാം ആ ജേർണി? ഇറ്റ് വാസ് നോട്ട് ഈസി, ഇറ്റ് വാസ് പെയിൻഫുൾ. എവിടെ അവരെല്ലാം കൂടെ നിന്നവരൊക്കെ? ഹല്ലേലൂയ. ദേ കനോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ആമേൻ. ഇന്നും ആമേൻ അവര് പറയുന്നത് എന്താണ്? നീ ഓക്കെ ആണ്, ഞങ്ങൾ കൂടെ നിൽക്കാം, പക്ഷെ നീ പഴയതുപോലെ സംസാരിക്കാവൂ. നീ മാസ്റ്റർ ആണെന്ന് ഡിക്ലെയർ ചെയ്തോ, പക്ഷേ നിന്റെ പഠനം ഇപ്പോഴും ഭർത്താവ് അടിച്ചാൽ എന്ത് ചെയ്യണം, ഭാര്യ അടിച്ചാൽ എന്ത് ചെയ്യണം, പിന്നെ അങ്ങനെ സ്കാർഫിനെ കുറിച്ചോ അധികാര ശുശ്രൂഷയെ കുറിച്ചോ ഓർഡിനേഷൻസിനെ കുറിച്ചോ സ്ത്രീകൾക്ക് മാസ്റ്റർ ആകാൻ പറ്റുന്നു പറയാൻ പാടില്ല. കല്ലിവല്ലി പോ. സ്തോത്രം. മനുഷ്യരോട് കൂടി നടക്കാൻ ദൈവം അനുവദിക്കുന്നില്ലെന്നെ. ദൈവം പറഞ്ഞത് കേൾക്കാൻ ദൈവം അനുവദിക്കും. ദൈവം പറയുന്നത് കേൾക്കാൻ നീ തയ്യാറാണോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. ഒറ്റ നിമിഷത്തിലാ ഇരമ്യാവ് ജോസഫിനെ അവനെ വിളിച്ചോണ്ട് വരാൻ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുന്നത്. ഒറ്റ നിമിഷത്തിൽ ഇരമ്യാവ് എക്സ്പെക്ട് പോലും ചെയ്തിട്ടില്ല. നീ ദൈവത്തോട് ചേർന്നിരിക്കുമ്പം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പാസ്റ്റർ പ്രിയ ബാംഗ്ലൂരിലുള്ള പുള്ളിക്കാരത്തി ഒരു മെസ്സേജിൽ പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ പുള്ളിക്കാരത്തി പറഞ്ഞപ്പോഴാണ് കേട്ടത്. പിന്നീട് 1-2 പാസ്റ്റേഴ്സ് ഇംഗ്ലീഷ് മെസ്സേജിൽ ഞാൻ കേട്ടതാണ്. നമ്മളൊരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ GPS ഇല്ലേ, ഇന്റർനെറ്റിന്റെ, അതിങ്ങനെ നമ്മൾ മൊബൈൽ എവിടെ വെക്കുന്നോ അവിടെ ആയിരിക്കും അത് ഇങ്ങനെ വന്ന് നമുക്ക് ഇപ്പൊ ഞാനൊരു മെസ്സേജ് പാസ്റ്റർ ആലീസിന് അയച്ചെങ്കിൽ ആ GPS അത് എടുത്തിട്ട് അത് എവിടെയാണോ ആലീസ് ഇരിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് ആ മൊബൈലിലോട്ട് കണക്ട് ചെയ്യും. അങ്ങനെയല്ല മെസ്സേജ് വരുന്നത്, ഞാനിവിടെ നയിക്കുന്നത്. അല്ല, ഇതുപോലെ നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാലും
ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ പ്രോമിസുകൾ നമ്മളെ അടുത്ത് വന്നുകൊണ്ടേയിരിക്കും. ഓട്ടോമാറ്റിക്കലി ക്ലിങ് ആ സമയമാവുമ്പോൾ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവനോട് പറ്റിയിരിക്കുമ്പോൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ നമ്മെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹങ്ങൾ മുഴുവനും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ യാത്രയിൽ ആവശ്യമായതെല്ലാം തന്നുകൊണ്ടേയിരിക്കും കർത്താവ്. അത് നമ്മൾ മുന്നോട്ട് പോയാൽ മതി, കർത്താവ് തന്നുകൊണ്ടിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? വർഷങ്ങളായിട്ട് അനുഭവിച്ച വേദന യിരെമ്യാവിന് ഒറ്റ നിമിഷം കൊണ്ട് ശത്രുവിനെ കൊണ്ടേ പറ്റിയുള്ളത്, മിത്രങ്ങളെയും കൊണ്ട് പറ്റിയില്ല. ഇന്നത്തെ അവസ്ഥയല്ലേ? യിരെമ്യാവിന്റെ ഭാവി നമുക്കെല്ലാം അറിയാം. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ 38, 39, 40 ഇനി അങ്ങോട്ടുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകും. ഹല്ലേലൂയ. യിരെമ്യാവ്, നമുക്ക് പലപ്പോഴും തോന്നും ഞാൻ സത്യസന്ധനല്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഈ കഷ്ടം? നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നുണ്ടോ? യിരെമ്യാവിനും ഇതുപോലെ തന്നെയാ സംഭവിച്ചത്. പക്ഷെ ദൈവം അവനെ മറന്നില്ല. നമ്മുടെ വാച്ചിൽ ഇങ്ങനെ സമയമുണ്ട്, ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്, 3 ദിവസം കൊണ്ട് അത് നടക്കണം, 1 വർഷം കൊണ്ട് അത് നടക്കണം. നമ്മളിങ്ങനെ പറയും, കർത്താവ് പറയും നിന്റെ വിചാരമല്ല എന്റെ വിചാരം. ഓരോ വർഷത്തിലും ഞാൻ പറയും, കർത്താവെ ഇന്ത്യയിലേക്ക് ലീവിന് പോകുമ്പോൾ പിള്ളേരെയും പറക്കിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ പറയും, കർത്താവെ ഈ പ്രാവശ്യം പോകുമ്പോൾ ആയിരിക്കും ഞങ്ങൾ ഒരുമിച്ച് ചർച്ചയിൽ പോകുന്നത്. ഇത് പറയാൻ തുടങ്ങിയിട്ട് 17 വർഷമായി. ഒന്ന് ഓർത്തു നോക്കിക്കേ. പറയുന്നത് ഈ ഓപ്പോസിറ്റ് സംഭവിക്കും. തിരിച്ച് ഞാൻ വരുമ്പോൾ വേണം ഈ കർത്താവിനെ വിട്ടിട്ട് വരാം. കാരണം ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തില്ലല്ലോ. എന്നാ നീ ആരോടെങ്കിലും എന്നെ ഒന്ന് പ്രവചിക്കണം, എത്ര വർഷം ഉണ്ടെന്ന്. ഇതൊന്നും പറയത്തില്ല. അന്നന്ന് വേണ്ടുന്ന മന്ന, ദാറ്റ്സ് ഇറ്റ്. നീ കാത്തിരിക്കണം. എത്ര പ്രവാചകന്മാരുടെ ഇടയിൽ പോയി ആദ്യത്തെ 5 വർഷം, എത്ര പ്രവാചികളെ വീട്ടിൽ കൊണ്ടൊന്ന് പ്രവചിച്ചു. ഞാനല്ല, ആളുകൾക്ക് എന്നോട് വിഷമം തോന്നിയിട്ട്, എന്റെ കാരാഗ്രഹം കണ്ടിട്ട്, എന്റെ അവസ്ഥ കണ്ടിട്ട് അവര് പൈസ കൊടുത്ത് എന്റെ വീട്ടിൽ ആളുകളെ കൊണ്ടുവരും. അയ്യോ നിനക്ക് പൈസ തരത്തില്ല ഹസ്ബൻഡ്, ഞങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. അവരവിടെ വരെ വന്നിട്ട് പറയും, മുടിയനായ പുത്രനെ പോലെ മടങ്ങി വരും. പക്ഷെ എന്നാന്നറിയത്തില്ല, അത് കാണിക്കുന്നില്ല, ഇത് വെളിപ്പെടുത്തത്തില്ല. അത് വെളിപ്പെടുത്തിയാൽ ഞാൻ അന്നരം വരെയല്ലേ കാത്തിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ചോദ്യം ചെയ്യരുത്. ജയിലിന്റെ വാതിൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം തുറന്നു. നോഹേനെയും കുടുംബത്തെയും അകത്ത് കയറ്റിയത് ആരാണ്? ദൈവമാ. വാതിൽ അടച്ചതും തുറന്നതും ദൈവം തന്നെയല്ലേ? സ്തോത്രം. നെവർ ഗിവ് അപ്പ്. യെസ് ഓർ നോ? ഹല്ലേലൂയ. ദൈവം പറഞ്ഞതനുസരിച്ച് നീങ്ങുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കാത്തിരിപ്പിനൊരു മറുപടിയുണ്ട്. ചങ്ങലകൾ അഴിഞ്ഞാൽ അവന്റെ സാക്ഷ്യം ഉയരും. ദൈവം തന്റെ ദാസിനെ ഒരിക്കലും മറക്കുകയില്ല. സങ്കീർത്തനം അതാണ് 34-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നത്, നീതിമാന്റെ കഷ്ടതകൾ അനേകമുണ്ട്, എങ്കിലും കാണുമ്പോൾ നിങ്ങൾ അവിടെ ഒന്നുകൂടെ ഫോക്കസ് ചെയ്യണം. എങ്കിലും യഹോവ അവയെല്ലാം പൊട്ടിച്ച് അവനെ രക്ഷിക്കുമെന്ന്. ഇന്ന് നിങ്ങളോട് പറയുന്നത് 2 പോയിന്റാണ്. എത്രയാണ്? 3 പോയിന്റ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ മെസ്സേജിലൂടെ. ദൈവം തന്റെ ദാസനെ ഒരിക്കലും മറക്കത്തില്ല. സങ്കീർത്തനം 34:19. 2-ാമത്തെ പോയിന്റ്, ദൈവം ശത്രുവിനെയും അനുഗ്രഹത്തിനായി ഉപയോഗിക്കും. യിരെമ്യാവിനെ വിടുവിച്ചത് അവന്റെ സുഹൃത്തുക്കളല്ല, അവന്റെ കൂടെയുള്ളവരല്ല, അവന്റെ സ്വന്തക്കാരല്ല. ബാബിലോണിലെ സേനാധിപനാണ് അവനെ വിടുവിച്ചത്. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നമ്മുടെ വിടുതല് ദൈവം കൊണ്ടുവരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചവരിൽ നിന്ന് ഒരിക്കലും ദൈവം ചെയ്യുകയില്ല. കാരണം മഹത്വം അവരെടുക്കാൻ ഇടയാക്കും. 3-ാമത്തെ പോയിന്റ്, ദൈവഹിതം നമ്മൾ ഇപ്പോൾ പോകുന്ന സൗകര്യത്തെക്കാൾ വലിയതാണ്. ദൈവത്തിന്റെ ഹിതം. കാരണം ബാബിലോണിൽ സുരക്ഷിതയുണ്ട്, സുഖമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, അംഗീകാരമുണ്ട്, വന്നോളാനാ രാജാവ് പറഞ്ഞത്. പക്ഷേ യിരെമ്യാവ് ദൈവം ആഗ്രഹിച്ച സ്ഥലത്ത് നിൽക്കാൻ ആഗ്രഹിച്ചത്. യിരെമ്യാവിനോട് പറഞ്ഞ എന്താണ്? നീ ഇവരോട് പറയണോന്നല്ലേ? അവൻ അവസാനം വരെയും അവരോടുകൂടെ നിന്നു. അവൻ പോയില്ല. ഹല്ലേലൂയ. പാസ്റ്റർ റാണിക്ക് എത്ര ഓപ്പർച്യൂണിറ്റികൾ വന്നു, എത്ര കാര്യങ്ങൾ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? സ്തോത്രം. അതൊക്കെയും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അതിനൊന്നുമല്ല, ദൈവം അനുവദിക്കുന്ന സ്ഥലത്ത് മിണ്ടാതെ ഇരുന്ന് ആ കറ്റയ്ക്കകത്ത് കെട്ടിയിരിക്കുന്നതുകളെ വളർത്തുവാനാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും. ഹല്ലേലൂയ. ദൈവഹിതമുള്ള സ്ഥലം എപ്പോഴും ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ്. ദൈവഹിതമില്ലാത്ത സ്ഥലം അവിടെ പ്രൊട്ടക്ഷൻ കാണത്തില്ല.
ഹാലലുയ. നമുക്ക് തോന്നും ഓക്കെ ആണെന്ന്, പക്ഷേ അവിടെ അത് സംഭവിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് ഓരോ നമ്മുടെ 2022 ഒക്ടോബറിലല്ലേ ആദ്യമായിട്ട് നമ്മൾ കേരളത്തിൽ മീറ്റിംഗ് ചെയ്യുന്നത്. അന്നല്ലേ ലിനിലിനെ ഞാൻ കാണുന്നത്. സ്തോത്രം അല്ലേ? 2022 ഓഗസ്റ്റ് 15 യെസ്, 22 ഓഗസ്റ്റ് 15 ആദ്യമായിട്ട് ഞാൻ കേരളത്തിൽ ഒരു മീറ്റിംഗ് ചെയ്യുന്നത്. 100ഓളം സഹോദരങ്ങൾ വന്നു. ഹാലലുയ. പക്ഷേ ഞാൻ അവിടെ ഒരു മിനിസ്ട്രിയും ചെയ്തിട്ടില്ല. യെസ് ഓർ നോ? ഞാൻ നിങ്ങളെല്ലാം പരിചയപ്പെടാൻ വന്നതാണെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇങ്ങനൊരു മീറ്റിംഗ് നിങ്ങൾ ലോകത്തിൽ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. കർത്താവ് എന്നെ അഴിച്ചുവിടുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം സമൂഹമായിട്ട് ആദ്യം ഞാൻ ഇന്ററാക്ട് ചെയ്യാണ്. എനിക്ക് ട്രെയിനിങ് തരുമായിരുന്നു കർത്താവ്. എത്ര ലക്ഷം രൂപയായിരുന്നു നമുക്കന്ന് ചെലവായത്? 2,85,000 രൂപയാണ് അന്ന് ചെലവായത്. ഒന്ന് പരിചയപ്പെടുത്തുക, എന്നെ ഒന്ന് ട്രെയിനിങ് തരാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ചത്. ഹാലലിയ. നമുക്ക് ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ ഗസ്റ്റ് പാസ്റ്റർ അല്ല, ഇന്നും അവർ സിസ്റ്ററായിട്ട് ആലിസ് പാസ്റ്ററാ കൊണ്ടുവന്നത്. അമ്മേ, ഓർമ്മയുണ്ടോ? ഹാലലിയ. അവർക്കെല്ലാം പൈസ കൊടുക്കണമായിരുന്നു. ഫുഡിന് പൈസ കൊടുക്കണമായിരുന്നു, ഹോളിന് പൈസ കൊടുക്കണമായിരുന്നു, കൊയറിന് പൈസ കൊടുക്കണമായിരുന്നു, വിധവമാർക്ക് പൈസ കൊടുക്കണമായിരുന്നു. അത് വിധവമാർക്ക് അന്ന് പൈസ കൊടുത്തെന്നാ എന്റെ വിചാരം. ഹാലലിയ. പിന്നെ നമ്മുടെ പോക്ക് വരവ്, സ്തോത്രം, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. ഹാലലുയ. സ്തോത്രം. ഇതിനെല്ലാം കൂടെ അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾക്ക് പിറ്റേ ദിവസം എന്റെ ദേശത്ത് മീറ്റിംഗ്. അവിടെയും അത്രയും ജനം വന്നു. വിളിച്ചത് 40 പേരെയാ. 40 പേരുടെ ഫുഡും അറേഞ്ച് ചെയ്തു. നമ്മൾ അവിടെ 90,000 രൂപയെ നമ്മൾ എക്സ്പെക്ട് ചെയ്തോളൂ. പക്ഷേ അവിടെയും ആ 90,000 ഇതേ ക്രൗഡിനെ ഇതേപോലെ തന്നെ എല്ലാം ചെയ്യാൻ നമുക്ക് ദൈവം സഹായിച്ചു. ഇറ്റ് വാസ് അമേസിങ്. ഫുഡ് വിളമ്പുമ്പോഴാണ് ആ പുറത്ത് നിൽക്കുന്ന സഹോദരി ചോദിക്കുന്നത്, 90 പേരുണ്ട്, 40 പേരുടെ ഫുഡേ ഉള്ളെന്ന്. ഞാൻ പറഞ്ഞു, അതിനനുസരിച്ച് സിസ്റ്റർ വിളമ്പിയാൽ മതി എന്ന് പറഞ്ഞു. വിളമ്പിയിട്ട് 20 പേരുടെ ഫുഡ് അധികം വന്നെന്ന് അവർ പറഞ്ഞത്. ഇതെല്ലാം അമേസിങ് കാര്യങ്ങളല്ല. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നവരുണ്ടോ പുത്തൂര്? സ്തോത്രം. ഇറ്റ് വാസ് അമേസിങ് ഗ്രേസ് ഓഫ് ഗോഡ്. എന്റെ ദേശത്ത് എന്നെ മാനിച്ച ദൈവം. എന്റെ ദേശത്തിൽ എന്റെ മമ്മിയുടെ ആങ്ങളുടെ ഭാര്യ അത് കാണാൻ വന്നു. അവിടെ എന്തോ നടക്ക്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ദുബായിലോട്ട് തിരിച്ചെത്തുമ്പോഴാണ് വലിയൊരു ബോംബ് വീഴുന്നത്. അവിടെ ഗസ്റ്റായിട്ട് വിളിച്ച പാസ്റ്റർ ഈ നമ്പർ ഇതിന്റെ എല്ലാവരുടെയും ഉണ്ടായിരുന്നു, ഈ 45 പേരുടെയും. പുള്ളി അങ്ങോട്ട് വിളി തുടങ്ങി 45 പേർക്കും, വരിക വരിക, എൻ്റെ അടുത്തേക്ക് വരിക, എൻ്റെ അടുത്തേക്ക് വരിക. അന്ന് രാത്രിയിൽ മുഴുവൻ വാട്സപ്പ് നമ്പേഴ്സും ഡിലീറ്റ് ചെയ്തു. ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ? ഗ്രൂപ്പുകളെല്ലാം ഡിലീറ്റ് ചെയ്തു. നോ മോർ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് അന്ന് ഡിക്ലെയർ ചെയ്തു. കാരണം പലരും പൈസ ചോദിക്കുന്നു, US നമ്പർ എടുത്തിട്ട്, UK നമ്പർ എടുത്തിട്ട്, എല്ലാം ട്രെയിനിങ്ങിലൂടെ കർത്താവ് കടത്തി. കാരാഗ്രഹത്തിലേ നമ്മളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി, ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ 1 മാസം വിടുതൽ ശുശ്രൂഷ, ഹീലിംഗ്, പ്രൊഫസൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്നെ അങ്ങ് വിട്ടിരുന്നെങ്കിൽ ഈ ട്രെയിനിങ് എനിക്ക് കിട്ടത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഒറ്റയ്ക്ക് നിന്ന് പെർഫെക്റ്റ് ആയിട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യേണ്ടത് മാത്രം ചെയ്ത് മടങ്ങി വരാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് കർത്താവിന് മനസ്സിലായി. ഹല്ലേലൂയ. കാരണം ഇത്രയും ട്രെയിനിങ് എനിക്ക് ആവശ്യമായിരുന്നു. ഒരു അധ്യാപകൻ നാളുകളോളം പിള്ളേരോട് പറയും, ഇതൊക്കെ എക്സാമിന് വരും, ഇങ്ങനെ ചെയ്യും, നിങ്ങൾ ഇത് ചെയ്യണം, അത് ചെയ്യണം, എക്സാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർ ഇങ്ങനെയൊന്നും പഠിക്കാതെ എല്ലാം ഓക്കെയാണ്, ഞങ്ങളുടെ സാറല്ലേ, ഞങ്ങളുടെ സ്കൂളല്ലേ, ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇരുന്നാൽ സമയമാകുമ്പോഴാണ് അവരറിയുന്നത് റിയലി എക്സാം എന്താണെന്ന്. അന്ന് അവർ ടീച്ചറിനോട് സോറി പറയും, സോറി മാം, നിങ്ങൾ എത്ര ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങളത് ശ്രദ്ധിച്ചില്ല, പക്ഷേ എക്സാം വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെയാണ് നോഹയുടെ പെട്ടകത്തില് ആമേം ഒരു മനുഷ്യനും കയറിയില്ല നോഹ പറഞ്ഞിട്ട്, പക്ഷെ യഥാർത്ഥത്തിൽ വന്നില്ലേ? അത് തന്നെയല്ലേ ഇനിയും വരാൻ പോകുന്നത്? ആണോ? ഏതാ? നോഹയുടെ കാലം പോലെ എന്നല്ലേ കർത്താവ് പറഞ്ഞത്? തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും പോകും, കർത്താവ് വരുന്നതോ അറിയത്തില്ല. 5 കന്യകമാരിയ്ക്കുക. അപ്പോൾ ഞാനിത് അവസാനിപ്പിക്കുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടോ, നിങ്ങളുടെ കടങ്ങൾ കൊണ്ടോ, നിങ്ങളുടെ രോഗങ്ങൾ കൊണ്ടോ, മനുഷ്യർ തെറ്റായ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞാലോ, ദൈവം റാണിയെ മറന്നിട്ടില്ല. നിങ്ങൾ പറ നിങ്ങളുടെ പേര്. ഇത് എല്ലാത്തിലൂടെയും കടത്തിവിടുമ്പോഴും, നിങ്ങൾ കുറ്റക്കാരിയായി നിൽക്കുമ്പോഴും, ആരും നിങ്ങളെ സ്നേഹിക്കാതിരിക്കുമ്പോഴും, ആരും നിങ്ങളുടെ മിനിസ്ട്രിയെ സഹായിക്കാതിരിക്കുമ്പോഴും, ദൈവം നിന്നെ മറന്നിട്ടില്ല. നിന്റെ ചങ്ങലകൾ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. അവ അഴിക്കാനും ദൈവത്തിന് അറിയാം. ദൈവം അനുവദിച്ചിട്ടാണ് ഈ മനുഷ്യൻ കെട്ടിയെങ്കിൽ അവൻ അറിയാൻ എപ്പോഴും നിന്നെ അഴിച്ചു വിടണമെന്ന്.
ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നീ വിമർശിക്കപ്പെട്ടേക്കാം, തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, ഒറ്റയ്ക്ക് അയക്കപ്പെട്ടേക്കാം, നീ നിരസിക്കപ്പെട്ടിരിക്കും, നിന്റെ വഴികളൊക്കെ അടഞ്ഞതായിട്ട് നിനക്ക് തോന്നേക്കാം. എന്നാൽ ദൈവം പറഞ്ഞ കാര്യം ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഗോഡ് വിൽ റിമെമ്പർ യു. ദൈവത്തോട് വിശ്വസ്തരായ ശിഷ്യന്മാരെ, ദൈവമക്കളെ, മനുഷ്യർ കുറച്ചു കാലം നമ്മളെ ബന്ധിക്കാം, പക്ഷെ ദൈവം നിശ്ചയിച്ച സമയത്ത് ആരും തടയാനാകാത്ത വിടുതൽ നമ്മുടെ ജീവിതത്തിൽ തരും. അതാണ് യിരെമ്യാവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. സത്യം പറയുന്ന ശിഷ്യന് അല്പസമയത്തേക്ക് ചങ്ങലകളൊക്കെ വരാം, എന്നാൽ അവസാന വാക്ക് എപ്പോഴും ആരുടേതാണ്? അവസാന വാക്ക് ആരുടേതാണ്? എപ്പോഴും ദൈവത്തിൻ്റെതാണ്. അപ്പോൾ നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? കർത്താവിനെയാണ്. ഹല്ലേലൂയ. നെവർ നെവർ ഗിവ് അപ്പ്. God has a great plan about you. Praise the Lord. Thank you, Jesus.